ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പലതരത്തിലുള്ള തട്ടിപ്പ് കണ്ടിട്ട് കാണുമായിരിക്കും. എന്നാൽ വിശ്വാസം വിറ്റ് തട്ടിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം, കാരണം ഞാൻ തന്നെ കുറെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ കുറച്ച് തട്ടിപ്പോളികളെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എന്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല. ഇയാളെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ ചിലരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കാണുമായിരിക്കും. 23,000 അല്ല അതിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊരു വൻ വിജയം. അന്ന് പുള്ളി ജയിക്കും എന്നൊക്കെ പറയുകയും ചെയ്തു, അതുപോലെ ജയിക്കുകയും ചെയ്തു. അത് പിന്നെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതിലുള്ള ഒരു പറച്ചിലായിരുന്നത്. ശത്രുക്കളുടെ മേലൊരു വിജയം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. പക്ഷെ പുള്ളി ഏറി കയറാനുള്ള കാരണം അതൊന്നുമല്ല. പുള്ളിക്ക് ഒരാളുടെ വോയിസ് റെക്കോർഡ് കിട്ടി. അത് നിങ്ങൾ കേട്ടാ ഞെട്ടും. ഓൺലൈൻ മീഡിയക്കാർ യുവതി ബസ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറയുന്നതിലുള്ള ഞെട്ടിക്കലല്ല, ഇത് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. എന്നാ അതൊന്ന് വേഗം ആയിക്കോട്ടെ പാസ്റ്റർ, ഞാനിങ്ങനെ ഞെട്ടാൻ വേണ്ടി തെരിച്ചിരിക്കുക. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ? ഓ ചെയ്യൂ, പ്ലീസ് ഒന്ന് ചെയ്യൂ. അത് കേൾക്കാൻ വേണ്ടി എന്റെ കാതുകൾ തുടിക്കുന്നു. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. വ്യക്തമായില്ല. അല്ല പാസ്റ്ററെ, കർത്താവ് വരുമെന്ന് പറഞ്ഞ് പാസ്റ്റർ നേരത്തെ റെക്കോർഡ് ഓണാക്കി വെച്ചോ, അതോ കർത്താവ് വന്നതിന് ശേഷം പെർമിഷൻ ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണോ? കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. അല്ല, എന്തായാലും നമുക്ക് ആ റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കാം, അല്ലയോ? അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. 11 മണിക്ക് ഒരാളിനെ വിളിച്ചു നോക്കിയിട്ട് ആരാധകനാണ്. ഏത് ആരാധകൻ? ഞാൻ പറഞ്ഞു വന്നിട്ട് ആരാധിക്കാൻ. അല്ല, കർത്താവ് മലയാളത്തിലാണോ പാസ്റ്ററെ സംസാരിക്കുന്നേ? ഇത് പിന്നെ കർത്താവാണല്ലോ, ദൈവമാണല്ലോ. ദൈവത്തിന് പിന്നെ എല്ലാ ഭാഷയും അറിയാലോ. നമുക്ക് അങ്ങനെ അങ്ങ് ആശ്വസിക്കാം. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നീ ഇത് റെക്കോർഡ് ചെയ്ത് നീ കുഴപ്പത്തിലാവും കേട്ടോ മോനെ. പക്ഷെ എന്റെ സംശയം അതല്ല, പാസ്റ്ററിന്റെ സൗണ്ടും കർത്താവിന്റെ സൗണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ. അതെന്താ പാസ്റ്റർ അങ്ങനെ? പ്രാർത്ഥനാ മുറിയിൽ അതേ സമയത്ത് മറന്നു പോകാതെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അപ്പൊ സ്വന്തം സൗണ്ട് തന്നെയല്ലേ? അത് സമ്മതിച്ച് ഏതായാലും നന്നായി. ഇല്ലെങ്കിൽ പിന്നെ നേരത്തെ വെടി പറഞ്ഞാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായേനെ. അത് കുഴപ്പമില്ല പാസ്റ്ററെ, ബാക്കി പറ. ചർച്ചിന്റെ കുറ്റം ഒന്നുണ്ട്, ഇവിടെ കാശ് കൊടുക്കരുത്, ഇവിടെ ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന. അല്ല, ഇതിപ്പം കർത്താവ് എന്ന് പറയാനുണ്ടായ കാരണം എന്താ? പാസ്റ്ററുടെ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ കാശ് കൊടുക്കരുത്, ഇവിടെ ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യക്തിയോട് എന്റെ അടുത്ത് പറയാണ്, ദീപസ്തംഭം മഹാശല്യം, എനിക്കും കിട്ടണം പണം. സ്പിരിച്വൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി ആൾക്കാരുടെ ഇന്ന് പണം പിരിക്കുന്ന മറ്റൊരു പിണം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല? അപ്പം അത് തന്നെയായിരുന്നു കാര്യം. ഇതിപ്പോ ഒരാളല്ല, ദൈവത്തിന് കാശ് പിരിച്ചു കൊടുക്കാൻ ഇവിടെ എത്ര പേർക്ക് ആകാംക്ഷ എന്നറിയാവോ? വേറെ ഉണ്ട് ആൾക്കാര്. നിങ്ങൾ ആ ഓഫറിങ് കയ്യിലെടുത്ത് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പോവാ. പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ, ദൈവത്തിന് ഈ കാശ് പിരിഞ്ഞു കിട്ടിയിട്ട് വേണമല്ലോ നാളെ റേഷൻ കടയിൽ നിന്ന് മഞ്ഞക്കാടിനുള്ള അരി മണ്ണെണ്ണയും മേടിക്കാൻ. ഓഫറിങ് എണ്ണുന്ന ആളുകള് എന്നെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കും, പാസ്റ്ററെ 10 രൂപ മാത്രമേ ഉള്ളെന്നാ പറയുന്നത്. 10 രൂപയൊക്കെ മാറ്റി വെച്ചിട്ട് എത്ര രൂപയുടെയാണ് പാസ്റ്റർ ഉദ്ദേശിക്കുന്നത്? 2000-ന്റെ നോട്ടൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല കേട്ടോ പാസ്റ്ററെ. അതുകൊണ്ട് 10 രൂപ ഒക്കെ കൊണ്ട് തള്ളി വെച്ചിട്ട് ഏറ്റവും നല്ല നോട്ട് ദൈവത്തിന് ഇടണം. ശല്യം ഇപ്പൊ ഒന്നുമില്ല, പോയി കാലത്തോ അപ്പൊ പറയാ എപ്പോ ഇടണമെന്ന്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ പാസ്റ്ററിന് കൗതുകം. പാസ്റ്ററിന് പാല് കറന്നാ പോരാ, ചോര തന്നെ കുടിക്കണം, അല്ലയോ? ഏറ്റവും നല്ല നോട്ട് ദൈവത്തിന് ഇടണം. പൈസ തരാം, കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഏറ്റവും നല്ലത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നല്ല സൂപ്പർ ആയിട്ട് ഇപ്പത്തെ വെയിൽ ഉണക്കിയെടുത്ത കുറച്ച് ഉണക്കച്ചാണകമുണ്ട്, കുറച്ച് എടുക്കട്ടെ? വേണ്ട. അല്ല, ഇത് ദൈവത്തിന് തന്നെ അല്ലേ പാസ്റ്ററെ പോകുന്നത്? അല്ല, പാസ്റ്ററുടെ ആവേശം കണ്ടിട്ട് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. 22 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത്. അതൊന്നുകൂടെ പറഞ്ഞ്. 22 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത്. തോന്നല്ലേ? അങ്ങനെ പണ ദൈവത്തിനെന്ന് പറഞ്ഞതേ എനിക്ക് തോന്നിയതാ. ഇത് ദൈവത്തിന്റെ പോക്കറ്റിലോട്ടല്ല പോകുന്നതെന്ന്. 22 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത്. എനിക്കല്ല, സഭയ്ക്ക് കിട്ടാൻ 22 ലക്ഷം രൂപ. അല്ല, എങ്ങനെ ഇത്രയും പൈസ പോയത്? അതൊന്ന് പറ പാസ്റ്റർ. തള്ളയുണ്ട് ഇവിടെ എല്ലാ യോഗത്തിനും. തള്ളയോ? ബഹുമാനമില്ലാതെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നോ? ഒരു പാസ്റ്ററിന്റെ വായിന്ന് വീഴേണ്ട വാക്കുകളാ ഇത്? എത്ര പേരുണ്ട്? ഒരു തള്ളയുണ്ട് ഇവിടെ എല്ലാ യോഗത്തിനും ചാടുന്ന തള്ള. അപ്പൊ തുള്ളാൻ ആളെ നിർത്തിയേക്കുക എന്നുള്ള കാര്യം പറയാതെ അങ്ങ് പറഞ്ഞു. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ തുള്ളാൻ അവിടെ ആൾക്കാരെ പ്രത്യേകം കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബാക്കി തള്ള എന്നെ എത്ര സമയം എന്നെ കാണും.
എൻ്റെ ഒരു 50,000 രൂപ വാങ്ങിച്ചു, പിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ല. ആ ഇതിനാണ് പറയുന്നത് പൊട്ടനെ ചട്ടം ചതിച്ചാ ചട്ടനെ ദൈവം ചതിക്കൂന്ന്. പിന്നെ അവർ വൈകുന്നേരം വരെ നിന്ന് തുള്ളിയിട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ ആയിരിക്കും കാശ് മേടിച്ചോണ്ട് പോകുന്നത്, സ്വാഭാവികം. ആ അതവിടെ നിൽക്കട്ടെ. പിന്നെ ചില പാസ്റ്റർമാർ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ അതോ കിട്ടിയ പൈസ പോയിട്ടാണോ എന്ന് അറിയത്തില്ല, കാലകേന്റെ ഭാഷയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഇത് ഏത് ഭാഷയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. പിന്നെ കർത്താവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ഇത്തരത്തിലുള്ള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ചർച്ചിന്റെ ബാക്കിൽ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫീസ് 50,000 രൂപ മാത്രം. കർത്താവിന് കൊടുക്കുന്ന പൈസയിൽ നിങ്ങൾ കണക്ക് നോക്കരുത്, കർത്താവിനോട് നേരിട്ട് സംസാരിക്കുന്ന ഭാഷയിൽ നിങ്ങൾ കണക്ക് നോക്കരുത്. വേദകലക്ഷം പൂതകലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ, 100-ന്റെ 500-ന്റെ ഒന്നും കണക്കില്ല, അല്ലയോ പാസ്റ്ററേ? ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പിന്നെ അറിയാൻ മേലാത്ത ഭാഷ കാശ് ചോദിക്കാൻ മാത്രമല്ല കേട്ടോ, ബാധ ഒഴിപ്പിക്കാൻ ഇവർക്കറിയാം. ഒഴിഞ്ഞു പോകാൻ പറയുമ്പോ ഭദ്രകാളിക്ക് പ്രാക്ടീസ് ചെയ്യുവാണോ ആശനെ? പുള്ളി അവിടെ ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? വാങ്ങിച്ച കാശിനുള്ള നന്ദി അയാൾ കാണിക്കട്ടെ. അതിന്റെ ഇടയിൽ കൂടെ കെട്ടിയ കെട്ടൊക്കെ എടുക്കാൻ പറഞ്ഞ അയാൾ എങ്ങനെ എടുക്കാനാ? നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. മുമ്പേ കെട്ടാൻ പറയുന്നു, ഇപ്പൊ അഴിക്കാൻ പറയുന്നു. അയാൾ പ്രാക്ടീസ് ചെയ്ത് അയാൾ മടുത്തു. അയാൾ കുറച്ചു നേരം അവിടെ നിന്ന് കിടക്കട്ടെ. അയാളൊന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ചെന്ന് അഴിച്ചോ. ഇനി അയാൾക്ക് തുണി മാത്രമേ അഴിച്ച് കാണിക്കാനുള്ളൂ. ഇനി അതുകൂടെ അയാൾ അഴിച്ച് കാണിക്കണോ? 50,000 രൂപയ്ക്ക് അതൊക്കെ ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. അപ്പൊ ഇനി നമുക്കൊരു പുതിയ അവതാരത്തിനെ കാണാം. അപ്പം പറഞ്ഞു കൽക്കി നീയാണ് അവതാരം, നീ കൽക്കി അവതാരമാണ്. ഈ അവതാരമാണ് കൽക്കി അവതാരം. അല്ല, കൽക്കി ടോവിനോടൊരു സിനിമയല്ലേ? ഹെഡ്സെറ്റ് മസ്റ്റ് ആയിട്ട് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഹെഡ്സെറ്റ് വെക്കാതെ ഈ സാധനം കണ്ടിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന അഭിമാന ക്ഷതത്തിനും വേറെ ഒരു കാര്യത്തിനും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല. അതുകൊണ്ട് ഹെഡ്സെറ്റ് ഈസ് മസ്റ്റ്. പക്ഷേ അമ്മയെ നമുക്ക് സാധാരണപ്പെട്ട ദൈവങ്ങളൊക്കെ നമുക്ക് അടുത്ത് തൊടാൻ പറ്റും. പക്ഷേ ഈ അമ്മയെ തൊടാൻ എന്താ തൊട്ടാ ഇത് കടിക്കൂ? പക്ഷേ ഈ അമ്മയെ തൊടാൻ ഒക്കത്തില്ല. ഭയങ്കര വൈബ്രേഷനാണ്, അത്രത്തോളം വൈബ്രേഷനാണ് അമ്മയുടെ. അത് വൈബ്രേറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാ ഇമ്പോർട്ടഡ് ആയിരിക്കും, അല്ലയോ? പവർ നിൽക്കുമല്ലേ അല്ലേ? അത് പിന്നെ ഇമ്പോർട്ടഡ് സാധനമല്ലേ, നല്ല പവറുള്ള മോട്ടർ ആയിരിക്കും. അതാ പുറത്തിറങ്ങാൻ പാടില്ല ഭഗവാൻ പറഞ്ഞു, പുറത്തിറങ്ങാൻ പാടില്ല. വെള്ള കോട്ടിട്ട കഴുത്തിലൊരു ആഭരണം അണിഞ്ഞ ഭഗവാനാണോ പറഞ്ഞത് വീടിന് പുറത്തിറങ്ങരുതെന്ന്? കാലി തൊടല് വല്ല ഇടണോന്ന് പറഞ്ഞായിരുന്നോ? ഈ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് 4 വർഷമേ ആയുള്ളൂ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. അതിന് അമ്മച്ചിയുടെ അപരാധങ്ങൾ അമ്മച്ചി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അല്ല, അമ്മച്ചിയുടെ അവതാരങ്ങൾ അമ്മച്ചി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പം പറഞ്ഞു കൽക്കി നീയാണ് അവതാരം, നീ കൽക്കി അവതാരമാണ്, അതുകൊണ്ട് നീ പുറത്തിത് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ വഴികളൊന്നുമില്ല. പറയാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അറിയിക്കാൻ കണ്ടുപിടിച്ച് ആളെന്തായാലും ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇതാകുമ്പോ പെട്ടെന്ന് ഏറി കയറിക്കോളൂല്ലോ. അല്ല, എന്താ ഈ കൽക്കി എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിച്ചു കേട്ടോ, ജെന്യുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തിന്റെ രൂപ ഇപ്പൊ ഇതായിട്ടാണ് ഭഗവാൻ വെച്ചിരിക്കുന്ന പൂർണ്ണ അവതാരം. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അപ്പൊ ഇതാണ് ആ അവതാരം. അവതാരത്തിന് കുറെ ലക്ഷ്യങ്ങളും ഉണ്ട്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങളല്ല, അമ്മച്ചിയുടെ ആഗ്രഹങ്ങൾ. ഇതില് ശില കൊത്തണം, ഇതില് ക്ഷേത്രം പണിയണം, ഏക്കർ കണക്കിനുള്ള സ്ഥലം വാങ്ങണം. ഏക്കർ കണക്കിന് സ്ഥലം, ഒരു 900 ഏക്കർ സബർ ജില്ലിത്തോട്ടം ആയാലോ? അടിപൊളി കേട്ടോ. 900 ഏക്കർ സബർ ഫിക്സ് ചെയ്യാല്ലേ? അമ്മച്ചിയുടെ ആഗ്രഹം പറച്ചിൽ നിർത്തിയിട്ട് എന്തെങ്കിലും പ്രവചനം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടൊന്ന് മൊഴിയേ. 3 ദുരന്തങ്ങൾ വരുമെന്ന്. 3 ഒരെണ്ണം ഞാനിപ്പോ കണ്ടു, ബാക്കി 2 ഏതാന്ന് പറ. അപ്പൊ ഇതുപോലെ ദുരന്തം വരും. ഇനി 2 ദുരന്തങ്ങൾ വരും. അല്ല, അതിപ്പോ ആർക്ക് വേണേലും പറയാലോ. 1 ദുരന്തം വരും, 2 ദുരന്തം വരും, 5 ദുരന്തം വരും. അത് ആർക്ക് വേണേലും പറയാലോ. ഇതിപ്പോ തടയാൻ എന്ത് വേണം അത് പറ. തടയാൻ പറ്റും, കാരണം ജനം എടുക്കണം. അമ്മ എടുക്കണം. അമ്മച്ചിക്ക് എന്ത് ഭാരം വരും? ഇടയ്ക്ക് താഴെ വെക്കാവോ? ഈ പ്രാഥമിക കർമ്മങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നടത്തുക? അപ്പൊ ഈ കൽക്കി ദൈവത്തെ കാണാൻ പോകുന്ന വിശ്വാസികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കൊട എടുക്കാൻ മറക്കരുത് കേട്ടോ.
അയ്യോ, ഇനി എന്തുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇനി അത് ഞാൻ ചോദിച്ചിട്ട് അതെങ്ങാനും കാണിച്ച് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വിഷവാതം ശ്വസിച്ച് മരിച്ചു പോയെന്ന് നാളെ പത്രത്തിൽ വാർത്ത വന്നാൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വം വെക്കാൻ വയ്യ. കരച്ചിൽ. അയ്യോ, ഇതെന്നാ ഈ സൗണ്ട് കേൾക്കുന്നേ? ഇതെന്നാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സൗണ്ട്? അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മക. കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കേട്ടിട്ടുള്ള ഒരു ഒറ്റ ഒരുത്തൻ കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞേക്കരുത് അത് എന്നാന്നുള്ളത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എനിക്കത് വായിക്കാൻ താല്പര്യമില്ല. ഇത് ഗ്യാസിൻ്റെയാ, വേറെ ഒന്നുമല്ല. നിങ്ങൾ വെറുതെ കടന്ന് അതും ഇതൊന്നും ചിന്തിക്കല്ലേ. നിങ്ങൾ പോയേ വീഡിയോ തീർന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് പോകോ. അടുത്ത വീഡിയോ കാണാം. ബൈ.